Hi dears, welcome back to EduFix Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MSc Zoology എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സാണ്. ഇത് ഇഗ്നോയിൽ വരുന്നത് MSc ZOO എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഡാണ്. ഈ ഒരു കോഴ്സ് എടുക്കുന്നവർ പ്രത്യേകം ഈ ഒരു കോഡ് തന്നെ പ്രോഗ്രാമിൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതൊരു PG പ്രോഗ്രാമാണ്. മിനിമം ഡ്യൂറേഷൻ വരുന്നത് 2 years ആണ്. മാക്സിമം ഇഗ്നോ തരുന്നത് 4 year ആണ്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇതൊരു ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമാണ്. വീട്ടിലിരുന്നു കൊണ്ടോ ജോലി സ്ഥലത്തു നിന്ന് കൊണ്ടോ നിങ്ങൾക്ക് ഇത് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാവുന്നതാണ്. മീഡിയം ഇംഗ്ലീഷിൽ മാത്രമേ ഈ ഒരു കോഴ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സ്പെഷ്യലൈസേഷൻ സുവോളജി എന്നുള്ളതാണ്. ഇതിൽ കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിൽ വിദ്യാർത്ഥികൾക്ക് ഇതൊരു ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ് പഠിക്കാം. കോളേജിൽ പോകാതെ തന്നെ പഠിക്കാം. അതുപോലെ തന്നെ BSc കഴിഞ്ഞവർക്കും സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്കും, അതായത് TGT PGT ഡിഗ്രി, ഇതൊക്കെ ഇവർക്കൊക്കെ അവരുടെ ഡിഗ്രി കൂട്ടുവാൻ, അതായത് BSc എടുത്തവർക്ക് MSc എടുക്കാം. അതുപോലെ ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് സുവോളജി, MScയിൽ സുവോളജി ഇല്ലെങ്കിൽ അവർക്ക് MSc സുവോളജി എടുക്കാം. അതുപോലെ തന്നെ നെറ്റ്, ഗേറ്റ്, PSc എക്സാമിനേഷൻ, ഇത്തരം മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്കും ഇത് ഉപകാരപ്പെടും. ഇതിൻ്റെ ജോലി സാധ്യത എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ജോലി സാധ്യത നിങ്ങൾക്ക് കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, പരിസ്ഥിതി തുടങ്ങിയ മേഖലകളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സിനെ കൊണ്ട് നിങ്ങൾക്ക് ധാരാളം ജോലി സാധ്യതകളുണ്ട്. പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ജനറ്റിക്സ് ഉണ്ട്, ആനിമൽ ബയോ ടെക്നോളജി ഉണ്ട്, ഇമ്മ്യൂണോളജി ഉണ്ട്, മോളിക്യുലർ സെൽ ബയോളജി ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ലാബ് സൗകര്യങ്ങളും ഉണ്ട്. ലാബ് സൗകര്യം സ്റ്റഡി സെൻറ്ററിൽ വെച്ചിട്ടാണ് നടത്തപ്പെടുന്നത്. എങ്കിൽ കൂടി സ്റ്റഡി സെൻറ്ററിൽ ആ ഒരു സൗകര്യം ഇല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നിശ്ചയിക്കുന്ന മറ്റൊരു സ്റ്റഡി സെൻറ്ററിൽ വെച്ചിട്ട് കൂടി ഈ ഒരു ലാബ് സൗകര്യം നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരുന്നതാണ് എന്നൊക്കെ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊജക്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ആ പ്രൊജക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യേണ്ടി വരും 4th സെമസ്റ്ററിൽ. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് അക്വാകൾച്ചർ, പാരാസൈറ്റോളജി, ആനിമൽ ബിഹേവിയർ തുടങ്ങിയ കോഴ്സുകൾ കൂടി സബ്ജക്റ്റുകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നോക്കൂ, ഇതിൽ സ്പെഷ്യലൈസേഷൻ, ഇതിൽ എൻഡോമോളജി കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ MSc സുവോളജി എടുത്തു, ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിന് അതിൽ PG ഡിപ്ലോമ ഇൻ അപ്ലൈഡ് സുവോളജി ആൻഡ് ബയോടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു PG ഡിപ്ലോമ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സിറ്റ് ചെയ്ത് പോകാം. ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് MSc സുവോളജി ലഭിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് ഒരാൾ പഠനം നിർത്തുകയാണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, അവർക്ക് PG ഡിപ്ലോമ കിട്ടുന്നതാണ്. മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ്ഡ് BSc ഹോണേഴ്സ്. അപ്പോൾ സുവോളജിയിൽ നിങ്ങൾക്ക് BSc ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുക്കാം. അതുപോലെ തന്നെ BSc ജനറൽ ആണ് എടുത്തത് വിത്ത് സുവോളജി ആസ് വൺ ഓഫ് ദ സബ്ജക്റ്റ്. ജനറൽ എടുത്തിട്ടും നിങ്ങൾക്ക് അതിൽ സുവോളജി ഒരു സബ്ജക്റ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഫീ സ്ട്രക്ചർ നോക്കാം. 20,000 രൂപ, 20,000 rupees പെർ ഇയർ പ്ലസ് രജിസ്ട്രേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫീ. അപ്പോൾ 20,000 rupees, അതിൻ്റെ കൂടെ നമ്മൾ രജിസ്ട്രേഷൻ ഫീയും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഫീ ഉണ്ടായിരിക്കും. അത് 700 രൂപയാണ്. 20,700 രൂപ, 20,700 rupees ആണ് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. സെക്കൻഡ് ഇയർ വരുമ്പോൾ വെറും 20,000 ആണ്. അങ്ങനെ ടോട്ടൽ 40,700 rupees ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ, 2 ഇയറിൽ ഈ ഒരു PG കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ കെട്ടേണ്ട ഫീ. അതുപോലെ തന്നെ എക്സാം ഫീസും, അതുപോലെ തന്നെ നിങ്ങളുടെ കോൺവെക്കേഷൻ്റെ ഫീയും, അതുപോലെ നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഫീ ഒക്കെ സെപ്പറേറ്റ് ആണ് കേട്ടോ. ചെറിയ എമൗണ്ടേ വരുന്നുള്ളൂ. ഒരു സബ്ജക്റ്റിന് 200 രൂപയാണ് ഒരു എക്സാം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടത് ഫീ. അപ്പോൾ എക്സാം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി സെൻറ്റേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ വേണ്ട എക്സാം സെൻറ്റേഴ്സിൽ നിങ്ങളുടെ വീടിനടുത്തുള്ളതിലൊക്കെ നിങ്ങൾക്ക് എക്സാം സെൻറ്ററായിട്ട് നൽകാവുന്നതാണ്. അപ്പോൾ ഇതിൽ വരുന്ന കോഴ്സുകളാണ് ഈ പറയുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് സെമസ്റ്ററിൽ, അതുപോലെ തന്നെ എത്രയാണ് സെക്കൻഡ് സെമസ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നൊക്കെയാണ് വരുന്നത്. കോഴ്സ് എന്നിവിടെ ഉദ്ദേശിക്കുന്ന ഓരോ സബ്ജക്റ്റുകളാണ്. അപ്പോൾ നമുക്കിത് ഓരോ കോഴ്സുകളും പഠിക്കാനുള്ള ഓരോ കോഴ്സുകളും, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന സബ്ജക്റ്റ് ഇഗ്നോയിൽ കോഴ്സ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ളത് ഇത്രയും സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇതൊന്ന് നോക്കാം, അതിലൊരു ലാബ് വരുന്നുണ്ട്, നിങ്ങൾക്ക് ലാബ് വരുന്നുണ്ട്, ഇലക്റ്റീവ് വരുന്നുണ്ട്,
അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിലോട്ട് വരുമ്പോഴും നിങ്ങൾക്ക് ലാബ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ 2 സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ തേർഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് 3ാമത്തെ ലാബുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോർത്ത് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് ലാബും ഉണ്ട്, അതുപോലെ തന്നെ പ്രൊജക്റ്റും ഉണ്ട്. പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യണമെന്നില്ല, പ്രൊജക്റ്റ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഡൗട്ടുകൾ ഉള്ളത് എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണാം. അപ്പോൾ ഏതൊക്കെ സ്റ്റഡി സെൻറ്റേഴ്സിൽ, ഏതൊക്കെ റീജിയൻ സെൻറ്റേഴ്സിലാണ് ഈ കോഴ്സ് അവൈലബിൾ, റീജിയൻ സെൻറ്റർ അതുപോലെ തന്നെ സ്റ്റഡി സെൻറ്റർ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. കേരളത്തിൽ നമുക്ക് 3 റീജിയൻ സെൻറ്ററുകളാണല്ലോ ഉള്ളത്. അപ്പോൾ അതിൽ ഏതെല്ലാം, അപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമേ നമുക്ക് ഈ ഒരു കോഴ്സ്, അതുപോലെ തന്നെ വടകരയിലും, തിരുവനന്തപുരം വടകര, പിന്നെ കൊച്ചിൻ റീജിയൻ സെൻറ്ററിൽ ഈ ഒരു കോഴ്സ് കാണിക്കുന്നില്ല. അപ്പോൾ തിരുവനന്തപുരത്ത് നമുക്ക് നോക്കാം. ഇതാ ഈ ഒരു കോളേജ് DP പമ്പ കോളേജ് പത്തനംതിട്ട, ഈ ഒരു കോളേജിലാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ വടകര ഭാഗത്ത് ശ്രീനാരായണ കോളേജ്, ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോളേജാണ്. ഈ ഒരു കോളേജിലും കൂടി, ഈ 2 കോളേജുകളിലാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ട് ഉള്ളത്. അപ്പോൾ ഫീസ് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ മീഡിയം പറഞ്ഞു, അതുപോലെ എലിജിബിലിറ്റി പറഞ്ഞു, എന്താണ് പഠിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ ഏതൊക്കെ സ്റ്റഡി സെൻറ്റേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഇനി ഈ ഒരു കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർ, പഠിക്കാൻ താല്പര്യമുള്ളവർ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്റ്റ് ചെയ്യാം. എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്റ്റ് ചെയ്യാം. എഡ്യൂഫിക്സ് അക്കാദമിയുടെ മറ്റ് കോഴ്സുകളെ കുറിച്ച് അറിയാനും വേണ്ടിയിട്ടും നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ്സ് അറിയിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ അസൈൻമെൻറ്റ് സപ്പോർട്ടുകൾ നൽകുന്നുണ്ട്, നോട്ട്സ് നൽകുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോസിൽ കൂടുതൽ കോഴ്സിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സിനെ കുറിച്ചിട്ടൊക്കെ, കൂടുതൽ കോഴ്സിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനലൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. താങ്ക്